എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 10-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തെ ഭരണം മാറാൻ വേണ്ടി പോവുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും. ആദ്യ ക്യാബിനറ്റിൽ തന്നെ 5 ഗ്യാരണ്ടികളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സന്തോഷകരമായിട്ടുള്ളത്, സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. മുൻ സർക്കാർ ഇലക്ഷൻ വേണ്ടി നടപ്പിലാക്കും എന്ന് പറഞ്ഞ് നടപ്പിലാക്കി തുടങ്ങുകയും മാർച്ച് മാസത്തോടു കൂടി നിർത്തലാക്കുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുന്ന നടപടിയും പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, KSRTCയിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏത് സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും ഉടൻ വരികയാണ്. ഇതിന്റെ നടപടികൾ സംസ്ഥാനത്ത് KSRTC വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന ഓരോ ആളുകൾക്കും നൽകുന്ന ടിക്കറ്റിൽ ജെൻഡർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ എന്നോ പുരുഷനാണോ എന്ന് രേഖപ്പെടുത്തിയാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ ശരാശരി എത്ര സ്ത്രീകളാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് അറിയുന്ന കണക്കെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ തന്നെ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. പുതിയ മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വരുമാന പരിധിയോ മറ്റൊന്നും നോക്കാതെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആനുകൂല്യമാണ് ആദ്യ പ്രഖ്യാപനമായിട്ട് വരാൻ പോകുന്നത്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. പിണറായി സർക്കാർ ഇലക്ഷന് മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കുകയും നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 2 മാസം, ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും മാത്രം വിതരണം ചെയ്തുകൊണ്ട് നിർത്തലാക്കുകയും ചെയ്തിട്ടുള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളോട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകാൻ പറയുകയും ക്യൂ നിന്ന് അപേക്ഷ നൽകി ഇത് തുടങ്ങി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ അത് നിർത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണാൻ ഇടയായത്. ആ ഒരു പദ്ധതി പുനഃസ്ഥാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ എങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ, അതായത് മുടങ്ങിയത് മുതലുള്ള പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇനി UDF സർക്കാർ ഇതിൽ മാറ്റങ്ങളോട് കൂടിയാണോ നടപ്പിലാക്കുക എന്നുള്ള ഒരു സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ BPL റേഷൻ കാർഡുള്ളവർക്ക് മാത്രമല്ല, വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ APL BPL വ്യത്യാസമില്ലാതെ ഇത് വിതരണം ചെയ്തേക്കും എന്നുള്ള സൂചനകളുമുണ്ട്. ഇതൊക്കെ വാർത്തകളാണ്. ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ക്യാബിനറ്റ് യോഗങ്ങൾ കഴിയേണ്ടതുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കൂടി നിങ്ങളോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ മെയ് മാസത്തിൽ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസത്തെയും പോലെ തന്നെ മെയ് മാസത്തിലും കുടിശ്ശികയാവും. ഇപ്പോഴും പുതിയ ഭരണസമിതി, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസവും അതിൻ്റെ ഒരു വിതരണം ഉണ്ടായിക്കില്ല എന്നുള്ളതാണ് വിവരം. കാര്യങ്ങൾ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡ് നാളെ പ്രഖ്യാപിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ന് നടന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. തീരുമാനം ഇന്നില്ല എന്നും എന്നാൽ വൈകില്ല എന്നും കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അറിയിച്ചു. ഡൽഹിയിൽ ഖാർഗെയുടെ വസതിയിൽ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ പ്രമുഖ നേതാക്കളും തമ്മിലുള്ള ചർച്ച അതീവ ഗൗരവം ഉള്ളതായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച യോഗം 3 മണിക്കൂറോളമാണ് നീണ്ടത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ നേതാക്കളെയും വെവ്വേറെ ചർച്ചകൾ നടത്തിയെങ്കിലും അന്തിമ ധാരണയിൽ എത്താൻ സാധിച്ചില്ല. തുടർന്ന് വൈകുന്നേരത്തോടെയാണ് തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്ന് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ അറിയിച്ചത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഫലമായി മെയ് 11 മുതൽ അടുത്ത 7 ദിവസത്തിനുള്ളിൽ വടക്ക് പടിഞ്ഞാറെ ഇന്ത്യയിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിലാണ് മഴ പെയ്യാൻ സാധ്യത. അതേസമയം
11 മുതൽ 14 വരെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലെല്ലാം ഭരണങ്ങൾ മാറി, ചില ഭരണങ്ങൾ തുടരുന്നു. എന്തായാലും മെമ്പർമാർ മാറിയിട്ടുണ്ടാകും, കൗൺസിലർമാർ മാറിയിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു? പദ്ധതികൾ നിരവധിയുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടി? ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങളും ഗ്രൂപ്പായിട്ടുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഓരോ വ്യക്തിക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോ വർഷവും സർക്കാർ വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമസഭയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട്. കൃഷി, പാർപ്പിടം, റോഡ് നിർമ്മാണം, കുടിവെള്ളം, വനിതാ ക്ഷേമം, SC/ST വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതികൾ, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി സഹായ പദ്ധതികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി പദ്ധതികൾ, കോഴി, ആട്, മറ്റ് മൃഗങ്ങൾ, അവക്കുള്ള കൂടുകൾ, ഇവയെല്ലാം ലഭിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലേ, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. മാർച്ചിന് മുമ്പാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 90% ആനുകൂല്യങ്ങളും APL, BPL വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക്, കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് അതിദരിദ്രർക്കുള്ള സർവേ നടന്ന് അതിദാരിദ്ര്യമുക്ത കേരളം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം 11ഓളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇത് അറിയുക പോലുമില്ല. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 2 തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കാൻ ഇരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ്. മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ്. രണ്ടിൽ കൂടി ഏകദേശം 11ഓളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ 11 വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം, വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം, പശു വളർത്തൽ, പോത്ത് വളർത്തൽ, പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 5 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ്. വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും. ഇതിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ ഫീറ്റിൽ കൂടാനും പാടില്ല. വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല. മറ്റൊന്ന്, ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും. വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ. കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്.
നെൽകർഷകർക്കുള്ള സഹായം, കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം, സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ്. ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്ക് ജൈവവളം ലഭിക്കുന്നതാണ്. വനിതകൾക്കും JNG ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നികുതി രസീറ്റ് കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. അതായത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതായത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനമെടുക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ കണ്ട് സംസാരിക്കുക. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.